ക്ലാസ് 7 കേരള സെക്കൻഡ് ടേം 2024-25 പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ളത്. ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ആദ്യത്തെ ആക്ടിവിറ്റി, ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനായിട്ട്. ഹമാരെ ആംഗൻ മേം ഗൂപ് ബഡേ പേഡ് ഹേ. നമ്മുടെ മുറ്റത്ത് വലിയ മരങ്ങളാണ്. ബഡേ പേഡ് ഹേ, പേഡ് എന്ന് പറഞ്ഞാൽ വൃക്ഷം, മരങ്ങൾ. വഹാം എക് കുവാം ഭി ഹേ, ഒരു കിണറും കൂടിയുണ്ട്. മേനെ എക് ബില്ലി കോ തിത്ലി കെ സാത്ത് ഗേൽത്തെ ദേക്ക. ഞാൻ ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ച, തിത്ലി ബട്ടർഫ്ലൈ ചിത്രശലഭത്തിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുന്നത് കണ്ടു. അചാനക് പെട്ടെന്ന് ഉസ്നെ തിത്ലി കി ഓർ ചലാങ് ലഗായി അവർ കുവേമേം ഗിർ ഗയി. പെട്ടെന്ന് ഉസ്നെ എന്ന് പറയുന്നത് ആരാണ്? ബില്ലി, പൂച്ച തിത്ലിയുടെ അടുത്തേക്ക് ഒരൊറ്റ ചാട്ടം കൊടുത്തു. പക്ഷേ എവിടെ വീണു? കിണറിൽ വീണുപോയി. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആംഗൻ മേം കിസ് തരക്കെ പേഡ് ഹേ. ആംഗൻ മുറ്റത്ത് എങ്ങനെയുള്ള വൃക്ഷമാണെന്ന്. അപ്പോൾ ആ പാരഗ്രാഫിൽ തന്നെയാണ് ആംഗൻ മേം ബഡേ പേഡ് ഹേ, വലിയ വൃക്ഷങ്ങളാണ്. രണ്ടാമത്തെ കുവാം കഹാ ഹേ, എവിടെയാണ്? ആംഗൻ മേം മുറ്റത്ത്. രണ്ടാമത്തെ കോൻ ഗേൽ രഹേ ഥേ, ആരൊക്കെയാണ് കളിക്കുന്നത്? ആരൊക്കെയാണ്? ബില്ലി ഔർ തിത്ലി, പൂച്ചയും ചിത്രശലഭവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബില്ലിനെ അച്ചാനക് ക്യാ കിയ. പെട്ടെന്ന് എന്താ ചെയ്ത് ബില്ലി തിത്ലിക്ക് ഓർ ചലാങ്ക് ലഗായി. പെട്ടെന്ന് ചാടി, അല്ലേ, കുതിച്ചു ചാടി തിത്ലിയുടെ അടുത്തേക്ക്. അടുത്തത്, ഗൺ കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എഴുതാനാണ്, തിരഞ്ഞെടുത്ത് എഴുതുക. ഒന്ന്, ബില്ലിയും കുവേമേം ഗിർ ഗയി, പൂച്ച കിണറിൽ വീണു. രണ്ടാമത്തെ, തിത്ലി കുവേമേം ഗിർ ഗയി, അത് തെറ്റാണ് അല്ലേ, ആദ്യത്തെയാണ് കറക്റ്റ്. ബില്ലി അവർ തിത്ലി ദോനും, രണ്ടുപേരും വീണു എന്ന്, അതും തെറ്റാണ്. അപ്പോൾ ആദ്യത്തെയാണ് ആൻസർ കറക്റ്റ്, ബില്ലിയാണ്, പൂച്ചയാണ് വീണത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, ബയ ഹമാരി ചിടിയാ റാണി. ബയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൂക്കണാങ്കുരുവി ഞങ്ങളുടെ റാണിയാണ്, പക്ഷികളുടെ റാണിയാണ് തൂക്കണാങ്കുരുവി ബയ. കവിതാക്കി ഏ പങ്ക്തിയാം പഠേം ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. ഈ വരികൾ വായിച്ചിട്ട് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ക്യാ ബയ ഹമാരി ചിടിയാ റാണി, ഈ കവിതയാണ് കേട്ടോ. തിൻകേലാക്കർ മഹൽ ബനാത്തി, പുല്ലുകൊണ്ടാണ് അവൻ്റെ കൂട് പണിയണേ, കൊട്ടാരം പണിയണത്, കൂട് പണിതത്. ഊഞ്ചി ഡാലോം പർ ലഡ്കാത്തി, എന്നിട്ട് നല്ല വലിയ ഉയർന്ന കമ്പുകളിൽ, ബ്രാഞ്ചസിൽ അത് തൂക്കിയിട്ടു. ഗേത്തോം സെ ഫിർ ദാന ലാത്തി, വയലുകളിൽ നിന്നാണ് ധാന്യം കൊണ്ടുവരുന്നത്. നദിയോം സെ ഭർ ലാത്തി പാനി, നദികളിൽ നിന്നും, റിവറിൽ നിന്നാണ് പാനി കൊണ്ടുവരുന്നത്, വെള്ളം കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ബയ ഗോംസ്ല ബനാക്കർ, അതായത് തൂക്കണാങ്കുരുവി കൂടുണ്ടാക്കിയിട്ട്, കഹാം എവിടെ, ലഡ്കാത്തി ഹേ തൂക്കിയിട്ടു, എവിടെയാണ്? ഊംചി ഡാലോം പർ, അല്ലേ, ഉയർന്ന ബ്രാഞ്ചസിലാണ്, അല്ലേ, ഡാൽ ബ്രാഞ്ചസിൽ. ഇനി അടുത്തത്, പങ്ക്തിയോം കെ ആധാർ പർ, തന്നിട്ടുള്ള വരികളിൽ അനുസരിച്ചിട്ട് ശബ്ദം ക സംബന്ധ് ബഹജാനെ, അതായത് ചേരുംപിടി ചേർക്കാനായിട്ട് സഹി മിലാൻ കരെ. ഒന്നാമത്തെ, ചിടിയാ റാണി ആരാണ്? ഞങ്ങളുടെ പക്ഷികളുടെ റാണി ആരാണ്? തൂക്കണാങ്കുരുവി ബയ. തിനുക്കൊണ്ടാണ്, പുല്ലുകൊണ്ടാണ് മഹലുണ്ടാക്കിയത്, കൂടുണ്ടാക്കിയത്. ഗേത്ത് സെ, എവിടെ നിന്നാണ്? വയലിൽ നിന്ന് എന്താ കൊണ്ടുവരുന്നത്? ധാന്യം. നദി സെ പാനി. അങ്ങനെ ചേരുംപിടി ചേർക്കുക. അടുത്ത ആക്ടിവിറ്റി 3, സൂചന ബാരിഷ് കെ ബാദ്. ബാരിഷ് എന്ന് വെച്ചാൽ മഴ, മഴയ്ക്ക് ശേഷം. കഹാനി കാ യഹ് അംശ് പഠേം ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേം.
ഈ കഹാനി ഈ ബാരിഷ് കെ ബാദ് മഴയ്ക്ക് ശേഷം എന്നുള്ള ആ കഹാനിയുടെ ഈ ഒരു ചെറിയൊരു പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതണം. ഇസി ബാഗ്ദൗഡ് മേം ഗുഡ്ഡു ഫിസല ഔർ ജാക്കർ കീച്ചട്ട് മേം ദം സെ ഗിർ ഗയ. ഈ വെപ്രാള ഓട്ടത്തിൻ്റെ ഉള്ളിൽ ഗുഡും ഗുഡലിയും ആ കഥയിലത്തെ രണ്ട് കഥാപാത്രങ്ങളാണ് ഗുഡും ഗുഡലിയും, രണ്ട് കുട്ടികൾ. അപ്പോൾ ഈ വെപ്രാളപ്പെട്ട് ഓടുന്നതിനിടയിൽ ഗുഡു ഫിസല, അതായത് തെന്നി വീണു. അവർ കീച്ചട്ട് എന്ന് വെച്ചാൽ ചെളിയിൽ ദംസെ ഗിർഗയി ടപ്പോന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് വീണു. അബ് കീച്ചട്ട് മേം സരാബോർ ഗുഡു ബി ഹസ്രഹദ അവർ ഗുഡലി ബി, അതായത് ആ ചെളിയിൽ കുതിർന്നു പോയ ഗുഡും വീണ ഉടനെ തന്നെ കരയല്ല ചെയ്ത് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടു നിന്ന ഗുഡലിയും ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. ഇനി അപ്പോൾ ആ ലെസൺ പഠിക്കുക, ബാരിഷ് കെ ബാദ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കീച്ചട്ട് മേം സരാബ് ഗുഡുനെ ക്യാ കിയ, അതായത് ചെളിയിൽ കുതിർന്നു പോയ ആ ഗുഡു എന്താ ചെയ്തേ? കരയാണോ ചെയ്തേ? ആദ്യത്തെ രോയ കരഞ്ഞു അല്ല. ഗുഡുനെ ക്യാ കിയ, എന്ത് ചെയ്തു? ചെളിയിൽ വീണ് കഴിഞ്ഞപ്പോൾ ചിരിക്കുകയാണ് ചെയ്തല്ലേ രണ്ടാമത്തെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡു ഫിസൽക്കർ കീച്ചട്ട് മേം ഗിർ ഗയ, തെന്നി ഗുഡു ചെളിയിൽ വീണുപോയി. ഉസ് ഘടന പർ ഗുഡലിനെ ഡയറി ലിഖി, ഗുഡലിയാണ് ഡയറി എഴുതിയിരിക്കുന്നത്. ഗുഡലിക്ക് ഡയറി ലിഖേം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആരുടെ ഡയറി എന്ന് നോക്കണം. ചിലപ്പോൾ ഗുഡലി എന്ന് പറയും, ചിലപ്പോൾ ഗുഡു എന്ന് പറയും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഡയറി എഴുതണം. ഇത് ഗുഡലിയാണ് ഡയറി എഴുതുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് ഹിൻഡ് തന്നിട്ടുണ്ട്, കുറച്ച് ഹിൻഡ് കൊടുത്തിട്ടുണ്ട്, സഹായക ബിന്ദു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഡയറി എഴുതാനായിട്ട്. ആദ്യമേ തന്നെ ആൻസർ ഇങ്ങനെ ഡയറി എഴുതുമ്പോൾ ആദ്യം ഡേറ്റ് ഇടണം. അപ്പോൾ ഇതേപോലെ ആ റെഡിൽ വരച്ചേക്കുന്ന പോലെ നമ്മുടെ സാധാരണ ഡയറി. അപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് ഇടാം. ആജ് കിത്തന അച്ഛാ ദിന്ദ, ഇന്ന് നല്ലൊരു, അപ്പോൾ ഗുഡലിയാണ് എഴുതുന്നത് കേട്ടോ, ഗുഡലിക്ക് ഡയറിയാണ്. ആജ് കിത്തന അച്ഛാ ദിന്ദ, ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ബാരിഷ് കെ ബാദ്, അതായത് മഴ വന്നതിന് ശേഷം മേം ഔർ ഗുഡുനെ പത്തേക്ക് നാലേ മേം ബഹാദിയ, ഒരു ഇല കൊണ്ട് ഒരു വഞ്ചി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ നാവ് പലട്ടനെ വക്ത് മേനെ സവാരോങ്കോ ബജാനേക്ക് കോശിഷ്കി, അതായത് ഈ വഞ്ചി വീഴാൻ പോയപ്പോൾ, ചെരിഞ്ഞു പോയപ്പോൾ ഞാൻ ഈ യാത്രികർ ആരൊക്കെയായിരുന്നു? ഒരു തവള ഉണ്ടായിരുന്നു, 2 പ്രാണികളുണ്ടായിരുന്നു. അപ്പോൾ അവരെ രക്ഷിക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പം മേനെ ആത്തെ വക്ത് ഗുഡുനെ ഉസ് പേഡ് കോ ഹിലായ, ഞാൻ വന്ന സമയത്ത് ഗുഡു ആ മരം പിടിച്ചു ഒരു കുലുക്ക്. പേഡ് സെ പാനി ഗിർക്കർ മുജെ തർബത്തർ ഹോ ഗയി, ആ മരത്തിൽ നിന്നും വീണ വെള്ളം മൊത്തം എന്നെ ഞങ്ങൾ കുളിപ്പിച്ചു, കുതിർത്തു. മേനൂസ്കോ ബഗായ, ഞാൻ അവനെ ഓടിപ്പിച്ചു. ഈസ് ബാഗ് ദൗഡ് മേം പൈർ ഫിസൽക്കർ ഗുഡു കീച്ചട്ട് മേം ഗിർ ഗയ, ആ വെപ്രാള ഓട്ടത്തിനിടയിൽ തെന്നി ഗുഡു ചെളിയിൽ വീണു. അങ്ങനെ ഞങ്ങൾ 2 എണ്ണം. നാലാമത്തെ ആക്ടിവിറ്റി, തും ജിയോ ഹസാരോം साल के दिन होम 50,000, कहानी का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. തും ജിയോ ഹസാരോം സാൽ, അതായത് നിങ്ങൾ ജീവിക്കൂ ആയിരക്കണക്കിന് വർഷങ്ങൾ, ദിവസങ്ങളുണ്ടാവട്ടെ വർഷത്തിൽ 50,000. നിമ്മിക്ക കൽ ബർത്ത്ഡേ ഥാ, നിമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ആജ് സുബഹ സേ യേ തോഫോം കോ ഗോൾ ഗോൾക്കർ ദേഖ്നേമേ ലഗി ഹേ, കിട്ടിയ സമ്മാനങ്ങളൊക്കെ അങ്ങനെ നിമ്മി ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർ താ,
വിനോദാങ്കിൾ കൊടുത്ത ബർത്ത്ഡേ കാർഡ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൽ ഉസ് പർ ഏക് കാർട്ടൂൺ ബനാ ഥാ ഔർ ലിഖാ ഥാ, അതിൽ ഒരു കാർട്ടൂൺ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, എങ്ങനെ, തും ജിയോ ഹസാരോം സാൽ സാൽ കെ ദിൻ ഹോം 50,000. അപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. നിങ്ങൾ ജീവിക്കൂ ആയിരക്കണക്കിന് വർഷങ്ങൾ, ദിവസങ്ങളുണ്ടാവട്ടെ വർഷത്തിൽ 50,000. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗദ്യാംശ് കെ അനുസാർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഈ ഗദ്യം പാരഗ്രാഫ് വായിച്ചല്ലോ, അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ. ബർത്ത്ഡേ കാർഡ് മേ ചിത്ര ബനാഥ, ബർത്ത്ഡേ കാർഡിൽ ചിത്രമാണ് വരച്ചിരിക്കുന്നത്, അത് തെറ്റാണ്. രണ്ടാമത്തേതാണ് ബർത്ത്ഡേ കാർഡ് മേം കാർട്ടൂൺ ബനാഥ, കാർട്ടൂൺ ആണ് വരച്ചിരുന്നത് അല്ലേ, അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ളത്. അതിൽ ബി ക്വസ്റ്റ്യൻ, നിമിക്കോ വിനോദാങ്കിളിനെ ബർത്ത്ഡേ കാർഡ് ദിയാ ഥാ, വിനോദാങ്കിൾ ഒരു ബർത്ത്ഡേ കാർഡ് കൊടുത്തിരുന്നു. ആപ് ബി നിമ്മിക്ക് ലിയെ എക് ബർത്ത്ഡേ കാർഡ് തയ്യാർ കരേ, നിങ്ങളും ഒരു ബർത്ത്ഡേ കാർഡ് നിമ്മിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങളും ഒരു ബർത്ത്ഡേ കാർഡ് വരയ്ക്കുക, അത് തയ്യാറാക്കിയിട്ട് അതാണ് ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുക, ഹാപ്പി ബർത്ത്ഡേ, ഈ പറഞ്ഞ ഇത് തന്നെ എഴുതാം. ജിയോ നിങ്ങൾ ജീവിക്കൂ ആയിരക്കണക്കിന് വർഷങ്ങൾ, അത് തന്നെ നമുക്ക് ആ ബർത്ത്ഡേ കാർഡിൽ എഴുതാം. തും ജിയോ ഹസാരോം സാൽ സാൽ കെ ദിൻ ഹോം 50,000, അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഒരു കാർഡ് ഇതേപോലെ അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു കാർഡ് വരയ്ക്കുക, ചുറ്റും ഒരു ബോർഡർ കൊടുക്കുക, അങ്ങനെ പ്രീ നിമ്മിന്ന് കൊടുക്കുക, ഒരു കേക്കിൻ്റെ ചിത്രം വരയ്ക്കുക, അങ്ങനെ കുറച്ച് ഇതൊക്കെ എഴുതിയിട്ട് അങ്ങനെ നല്ലൊരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കുക. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി, ജന്നത്ത് കെ ബच्चे ഫിल्मी लेख का ये अंश पढ़ें और प्रश्नों के उत्तर लिखें. ഫിലിം കെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ഫിലിം കെ കഹാനി सुनते में तो बड़ी साधारण लगती है, पर जिस असाधारण तरीके से इस कहानी को निर्देशक माजिद मजीद ने पर्दे पर उतारा है वो काबिले तारीफ़ है. ഇതിൽ കഥ ക സമാൻ അർത്ഥവാല ശബ്ദ് ഗദ്യാംശ സേ ചുൻകർ ലിഖേ, കഥ എന്നുള്ളതിന് സമാനമായിട്ട് അർത്ഥം വരുന്ന ഒരു വേർഡ് ഈ ഇതിന്ന് എടുത്തെഴുതാൻ പറഞ്ഞേക്കണ്. കഥ എന്ന് പറയുന്നതും കഹാനി എന്ന് പറയുന്നതും സെയിം ആണ് അല്ലേ, ആൻസർ കഹാനി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആപ്കെ സ്കൂൾ മേ ഫിലിമോത്സവ് ഹോനെ വാലാകെ, ഒരു ഫിലിമോത്സവമാണ് നിങ്ങളുടെ സ്കൂളിൽ നടത്തുന്നത്. ഇനി ഇസ്മേം ഇറാനി ഫിലിം ചിൽഡ്രൻ ഓഫ് ഹെവൻ का प्रदर्शन भी है. ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ ഒരു ഫിലിമാണ് പ്രദർശിപ്പിക്കുന്നത്. ഫിലിമോത്സവ ക പോസ്റ്റർ തയ്യാർ കരെ, ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കുമ്പോഴും ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു പേജ് അങ്ങനെ തന്നെ അങ്ങ് എടുക്കുക. അപ്പോൾ അതിൻ്റെ 4 വശവും ബോർഡർ വരയ്ക്കുക. മുകളിൽ പോസ്റ്റർ ആണെങ്കിൽ പോസ്റ്റർ എന്ന് എഴുതുക. പിന്നെ ഡേറ്റ്, എവിടെയാണ് നടക്കുന്നത്, ഫിലിം എന്താണ്, ചിൽഡ്രൻ ഓഫ് ഹെവൻ ആ ഒരു ഫിലിമാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പോസ്റ്റർ റെഡിയാക്കണം. എന്തെങ്കിലും പിക്ചറൊക്കെ വരയ്ക്കുക. ഇപ്പോൾ വിദ്യാലയ ഫിലിമോത്സവ് 2025 ഹെഡിങ് കൊടുത്തു. ചിൽഡ്രൻ ഓഫ് ഹെവൻ കാ വിശേഷ് പ്രദർശൻ അത് എഴുതണം. വിശേഷ ആകർഷണം എന്തൊക്കെയാണെന്നുള്ളത് ഇതുപോലെ ഒരു പോസ്റ്റർ റെഡിയാക്കാം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പിക്ചറും വരയ്ക്കാം. ആറാമത്തെ ആക്ടിവിറ്റി ചിത്ര ദേഖേം അവർ പ്രശ്നോം കെ ഉത്തർ ലിഖേം.
ചിത്രം കണ്ടിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്ര के अनुसार वाक्यों का ക്രമ സെ ലിഖോ. അതായത് കറക്റ്റായിട്ട് എന്തൊക്കെയാണെന്നുള്ള ആ ചിത്രം കണ്ടിട്ട് അതനുസരിച്ച് എഴുതാൻ. ഒന്നാമത്തെ ചിത്രത്തിൽ ബൂഠ ആദ്മി സഡക് കെ പാസ് ഗഡാ ഹേ. വയസ്സായ ആ മനുഷ്യൻ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നു. രണ്ടാമത്തെ ആദ്മി സഡക് പാർ കർണേക്ക് കോശിഷ് കർത്താ ഹേ. റോഡ് മുറിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. മൂന്നാമത്തെ പിക്ചറിൽ ബൂഢ ആദ്മി ഗിർനെ ലഗ്താ ഹേ. വയസ്സനായ മനുഷ്യൻ വീഴാൻ തുടങ്ങുന്നു. നാലാമത്തെ ബച്ചെ ബൂഢ ആദ്മിക്ക് സഹായത കർത്തേ ഹേ. കുട്ടികൾ ആ വയസ്സായ മനുഷ്യനെ സഹായിക്കുന്നു. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് എഴുതണം. പിന്നെ ചിത്ര ദേഖേം അവർ വാക്കി ലിഖേം. വാക്കി ലിഖ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ വാക്യമായിട്ട് എഴുതാം. ബച്ചെ ബൂഢെ ആത്മിക്ക് സഹായത കർത്തേ ഹേ. ശീർഷക് ലിഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡിങ് എഴുതാൻ ബച്ചെ അവർ ബൂഢെ ആത്മി എന്നാവും.